ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ നമുക്കതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 2 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം കൂട്ടി കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ സവാളയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് മുട്ട വെച്ചിട്ടുള്ളൊരു സ്നാക്കാട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരം ചിക്കനോ ബീഫോ ഉണ്ടെങ്കിൽ അത് ഒന്ന് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചിട്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ മുട്ട നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ചിക്കിയെടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് ചിക്കി എടുത്ത ശേഷം നമുക്ക് ഈ മസാലയിൽ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് പകരം ചിക്കനോ ബീഫോ ചേർക്കുന്നെങ്കിൽ അതിങ്ങനെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഉപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിനി വേണ്ടത് അതിനുള്ള മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണ് തയ്യാറാക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. 1 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ വെള്ളത്തിൽ തന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. 1 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ആ ഒരു വെള്ളത്തിലിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു ചപ്പാത്തി പലകയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് കുഴച്ച് കൊടുക്കാം. അപ്പോൾ അത്ര ചൂടേ ഉള്ളൂ കേട്ടോ, കൈ വെച്ചിട്ട് വെക്കാൻ പറ്റുന്ന ചൂട് തന്നെയേ ഉള്ളൂ. അപ്പോൾ നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആക്കിയിട്ട് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാമെന്നാണ്. ഇനി ഇത് നമുക്ക് ഒന്ന് പരത്തി കൊടുക്കണം. വളരെ കട്ടി കുറക്കണ്ട, ചെറിയൊരു കട്ടിയുള്ള രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കാം. ചപ്പാത്തിയുടെ അത്രയൊന്നും കട്ടി വേണ്ട, കുറച്ച് കട്ടിയോടെ തന്നെ നമ്മൾ പരത്തി കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവരുടെ അടുപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു ബാക്കി വരുന്ന ഈ ഒരു ഇത് നമ്മൾ വീണ്ടും പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടിയിൽ വെച്ചിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ കുറച്ചൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് സൈഡ് ഇങ്ങനെ കൂട്ടി ഒട്ടിക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് നനച്ച് കൊടുക്കുക. വെള്ളമാണ് കേട്ടോ സൈഡിലാക്കി കൊടുത്തത്. ഇനി അതിൽ നമുക്ക് നടുവിലായിട്ട് ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് അടച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് മടക്കിയെടുക്കുന്നത്. ആദ്യം നടുഭാഗം ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള ഭാഗം ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക.
അപ്പോൾ ഏത് ഷേപ്പിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മടക്കി കൊടുത്താൽ മതി. ഫ്രൈ ചെയ്താൽ ടേസ്റ്റൊക്കെ എന്തായാലും മാറുമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ അങ്ങ് മടക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തുറന്നു പോകാത്ത രീതിയിൽ അങ്ങ് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുഴുവനും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ മുഴുവനും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മൈദ ഒന്ന് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് മൈദ കേട്ടോ. അതുപോലെ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയിൽ നിന്ന് അടിച്ചെടുത്തിട്ട് അതിൽ മുക്കി കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ മൈദയിൽ മുക്കിയിട്ട് ആ ഒരു ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് അത് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കട്ട്ലേറ്റിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ രണ്ടിലും കൂടി ഒന്ന് മുക്കിയെടുത്തിട്ട് ഓരോന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെ മുഴുവനും മുക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടുള്ളൂ. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്. നമ്മൾ ഇപ്പോൾ നോമ്പൊക്കെ വരാൻ പോകല്ലേ, അപ്പം ഇങ്ങനെയുള്ള സ്നാക്കൊക്കെ കുറച്ച് ഇതാകുമ്പോൾ ഗോതമ്പ് പൊടിൻ്റേതായതുകൊണ്ട് തന്നെ കുറച്ചൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 വശം നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ സ്നാക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഒരുപാട് ടൈമൊന്നും വേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇടയ്ക്ക് 2 വശവും തിരിച്ചും മറിച്ചും ഇട്ടെടുത്തിട്ട് 2 വശവും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കണേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.